ഹലോ ഗൈസ്, അപ്പോൾ ഇവിടുത്തെ വിശേഷങ്ങളുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നമ്മളുടെ സിറ്റ് ഔട്ട് റീഅറേഞ്ച് ചെയ്യുന്നൊരു വീഡിയോ ആണ് എടുക്കുന്നത്. കുറേ നാളായിട്ട് വിചാരിച്ച് വെച്ചിരുന്ന എന്നാൽ ഒട്ടും പറ്റാണ്ട് പോയൊരു വീഡിയോ. അതിനുവേണ്ടി ഓൾറെഡി ഇൻഡോർ പ്ലാന്റ്സിൻ്റെ പോട്ട്സ് ഒക്കെ ഞാൻ കുറച്ച് വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ ഫ്ലിപ്കാർട്ടിൽ ഓഫർ വന്ന സമയത്ത്. പക്ഷെ അത് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഞാൻ വാങ്ങിയ ഈ പ്ലാന്റിൻ്റെ പോട്ടിന് ഡ്രെയിനേജ് ഹോൾ ഇല്ലായിരുന്നു കേട്ടോ. അതുകൊണ്ട് ഞാൻ ഇതുണ്ടോ ഇതുപോലെ ഒരു ഇത് വെച്ച് ഡ്രെയിനേജ് ഹോൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാൻ നന്നായിട്ട് നമ്മൾ എന്ത് പോട്ട്സ് സെലക്ട് ചെയ്യുമ്പോൾ പോട്ട്സിന്റെ വലിപ്പം, നമ്മുടെ ചെടിയിലെ വലിപ്പം, അതുപോലെ തന്നെ അതിന് ഡ്രെയിനേജ് ഹോൾ ഉണ്ടോ, ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് അതിനെപ്പറ്റി ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ചെയ്യാം. പക്ഷേ ഇപ്പം ഇത്രയും അറിഞ്ഞിരിക്കുക, നിങ്ങൾ എടുക്കുന്ന ചെടിയുടെ വലിപ്പവുമായിട്ടൊരു ഇക്വലൻ്റ് ആയിട്ടുള്ള പോട്ട് വേണം എപ്പോഴും ചൂസ് ചെയ്യാൻ. എന്നാലേ ഗ്രോത്ത് ഉണ്ടാകത്തുള്ളൂ. അതായത് നമ്മൾ ചെറിയ ചെടികളൊക്കെ കൊണ്ടുപോയി വലിയ പോട്ട്സിൽ വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ വേരൊന്ന് എസ്റ്റാബ്ലിഷ്ഡ് ആയാലേ ഉള്ളൂ അതിന് ഗ്രോത്ത് ഉണ്ടാകത്തുള്ളൂ. അപ്പം അതുകൊണ്ട് അത് ശ്രദ്ധിക്കുക. ഞാൻ മെയിനായിട്ട് ഇപ്പോൾ ഇത് റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടി എന്നെ ഇൻസിസ്റ്റ് ചെയ്തത് ഉപ്പനും കാക്കയും ആണെന്ന് പറഞ്ഞാൽ എത്ര പേര് വിശ്വസിക്കും? തീർച്ചയായിട്ടും അത് തന്നെയാണ്. കാരണം ഞാൻ നമ്മുടെ മണി പ്ലാന്റ് ഒക്കെ ഒന്ന് ഹാങ് ചെയ്ത് വളരട്ടെ എന്ന് വിചാരിച്ചിട്ട് ഹാങ് ചെയ്യാൻ വേണ്ടി ഇത് മതിലുമേ കൊണ്ട് വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മളുടെ ഹാങ്ങിങ് ബോർഡ്സിലത്ത് ആക്കി. പക്ഷേ എന്ത് പറ്റിയെന്ന് വെച്ചാൽ അത് ഹാങ് ചെയ്ത് വരും. അത് കുറച്ച് ഹാങ് ചെയ്യുമ്പോഴേക്ക് ഈ ഉപ്പനും കാക്കയും വന്നിട്ട് ആ ചെടി ചട്ടിയോടെ തട്ടി താഴെ ഇടും. പലതവണ അതിനകത്ത് ഫുൾ സോയിലൊക്കെ ആയിട്ട് അത് കമന്നാണ് വീഴുന്നത്. അപ്പം നമ്മുടെ ചെടികൾ ഒടിഞ്ഞു പോയി, അങ്ങനെയൊക്കെ നശിച്ചു പോയായിരുന്നു കേട്ടോ. അതുകൊണ്ട് അതിനെ ഒന്ന് ഈ ഇൻഡോർ പ്ലാന്റ് പോട്ടിലോട്ട് മാറ്റണം എന്ന് വിചാരിച്ചു. പിന്നെ സിങ്കോണിയം, ഞാൻ കുറേ നാളായിട്ട് റിപ്പോർട്ട് ചെയ്യാൻ വെച്ചിരുന്ന സിങ്കോണിയമാണിത്. ഇത് ലൈറ്റ് ഗ്രീൻ ലീഫിൽ ഒരു റെഡ് കളറിലെ വെയിൻസ് പോലെ കയറി വരുന്ന ഒരു സിങ്കോണിയാണ്. നല്ല ഭംഗിയുള്ള സിങ്കോണിയമാണ്. ആള് ഭയങ്കര സ്ട്രെസ്ഡ് ആയിട്ട് നിൽക്കുമായിരുന്നു. നമ്മൾ എങ്ങനെയാണ് പ്ലാന്റ് സ്ട്രെസ്ഡിലാന്ന് അറിയുന്നതെന്ന് വെച്ചാൽ അതിനത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഘടകം, അതിന് വരുന്ന പുതിയ ലീഫ് നോക്കിയാൽ മതി. ആ പുതിയ ലീഫ് ചുരുണ്ടാണ് വരുന്നതെങ്കിൽ നമുക്ക് വേഗം മനസ്സിലാക്കാം നമ്മുടെ പ്ലാന്റ് സ്ട്രെസ്സിലായിരുന്നു. അങ്ങനെ കേൾഡ് ആയിട്ട് ഭയങ്കര ചുരുണ്ട ലീഫ് വന്നാൽ പ്ലാന്റ് സ്ട്രെസ്സിലാണെന്ന് മനസ്സിലാക്കാം കേട്ടോ. അപ്പം ഒന്നുകിൽ അതിൻ്റെ സോയിൽ മാറ്റി കൊടുക്കണം എന്നാണ് അതിൻ്റെ അർത്ഥം, അല്ലെങ്കിൽ നമുക്ക് പ്രോപ്പറായിട്ട് അതിന് ന്യൂട്രിയൻസ് കിട്ടുന്നില്ല. അങ്ങനെയൊക്കെ ആയിരിക്കും. ഞാൻ ഇതും വീഡിയോ ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇതിൽ നിങ്ങൾ വീഡിയോസ് പോയി മറ്റുള്ള വീഡിയോസ് ചെക്ക് ചെയ്താൽ മതി. ഇനി മെയിനായിട്ട് ഞാൻ പറഞ്ഞല്ലോ, ഞാനിപ്പോൾ റിപ്പോർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ അറേഞ്ച് ചെയ്യാൻ വേണ്ടി ഞാൻ മെയിനായിട്ട് സെലക്ട് ചെയ്തിരിക്കുന്ന പ്ലാന്റ്സ് സിങ്കോണിയത്തിൻ്റെ വെറൈറ്റിയും പിന്നെ നമ്മുടെ പോത്തസിൻ്റെ വെറൈറ്റീസും പെഡിലാന്തസ് എന്ന് പറഞ്ഞ പ്ലാന്റും, ഇത് മൂന്ന് മാത്രമേ എടുത്തിട്ടുള്ളൂ. ഒന്നാമത്തെ കാര്യം, ഈ മൂന്ന് ചെടികളും ഈസിലി മെയിൻറ്റെയിനബിൾ ആണ്. രണ്ടാമത്തെ കാര്യം, ഈ മൂന്ന് ചെടികളും വേഗം ബുഷിയാക്കി എടുക്കാൻ പറ്റും, കാണുമ്പോൾ നല്ല ഭംഗിയായിരിക്കും. അങ്ങനത്തെ ഒരു ചെടികളായതുകൊണ്ടാണ് കേട്ടോ ഇതിങ്ങനെ ചൂസ് ചെയ്തത്. പിന്നെ നിങ്ങളുടെ ഈ വെറൈറ്റീസ് ഉണ്ടെങ്കിൽ കാണുമ്പം കുറച്ചും കൂടെ ഭംഗിയായിരിക്കും. പിഡിലാന്തസ് എന്ന് പറഞ്ഞ വെറൈറ്റീനെ ശരിക്കും ഞെട്ടിച്ചത് എങ്ങനെയാണെന്ന് വെച്ചാൽ, അതിൻ്റെ ലീഫ് ഞാനിങ്ങനെ എടുത്തപ്പോഴാണ് അതിൻ്റെ ലീഫിന് റൂട്ടിങ്സ് വന്നത് കണ്ടത്. എനിക്കറിയത്തില്ലായിരുന്നു കേട്ടോ ഇതിൻ്റെ ലീഫിൽ നിന്ന് ഇങ്ങനെ റൂട്ടിങ്സ് വരുമെന്ന്. ഇപ്പോൾ ഇങ്ങനെ ശരിക്കും നമ്മൾ എക്സ്പെരിമെൻ്റ് ചെയ്തല്ലേ ഓരോ കാര്യങ്ങൾ പഠിക്കുന്നത്. നമുക്ക് എല്ലാം അറിഞ്ഞിട്ടൊന്നും ആയിരിക്കത്തില്ല, പക്ഷെ നമ്മൾ ചെയ്താണ് നമ്മൾ പഠിക്കുന്നത്. ഇനി ഇൻ കേസ് നമ്മൾക്ക് തിയററ്റിക്കൽ നോളജ് ഭയങ്കരമായിട്ടുണ്ടെങ്കിലും പ്രാക്ടിക്കൽ നോളജ് എന്ന് പറയുന്നത് വേറൊരു ലെവല് തന്നെയാണ്. അതായത് നമുക്ക് എത്ര തിയറി അറിയാമെങ്കിലും നമ്മൾ ഫെയിലാവും 100%. പല കാര്യങ്ങളും എനിക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ട്. എത്ര അതിനെപ്പറ്റി പഠിച്ച് ചെയ്താലും അല്ലെ എത്ര അറിഞ്ഞ് ചെയ്താലും ചിലപ്പോൾ ഒന്നും സക്സസ് ആകത്തില്ല. പക്ഷെ ചെയ്ത് എക്സ്പീരിയൻസ്ഡ് ആയി ആ കൈ തഴമ്പിക്കുക അല്ലെ പഴക്കം എത്തുക എന്ന് പറയത്തില്ലേ, അപ്പം നമ്മൾ എക്സ്പേർട്ട് ആകത്തുള്ളൂ. അതിന് തുടക്കത്തിലൊക്കെ വെക്കുന്ന പ്ലാന്റ് ഒന്ന് കരിഞ്ഞു പോവുകയോ അല്ലെങ്കിൽ മര്യാദയ്ക്ക് കിളിർത്ത് കയറുകയോ ചെയ്യാതിരിക്കുമ്പം നമ്മൾ ഡീമോട്ടിവേറ്റഡ് ആവേണ്ട ആവശ്യമില്ല. എന്താണ് അതിൻ്റെ റൂട്ട് കോസ്, എന്തുകൊണ്ടാണ് അത് വളരാത്തതെന്ന് കണ്ടുപിടിക്കുക, നന്നായിട്ട് റിസർച്ച് ചെയ്യുക, എന്നിട്ട് അത് വീണ്ടും കിളിർപ്പിച്ചെടുക്കുക. അതല്ലേ ഹീറോയിസം. അപ്പം ഞാനൊക്കെ അങ്ങനെയാണ്. ഞാൻ ഈ പരിപാടി ഒരു 5-6 വർഷമായിട്ട് എന്ന് പറഞ്ഞാൽ തുടക്കത്തിലൊക്കെ എനിക്ക് എപ്പോഴും ഓർമ്മയുണ്ട്. ഞാൻ കിളിർപ്പിക്കുന്ന ചെടികളൊക്കെ ഫ്രൂട്ടിംഗ് ഒക്കെ ആണെങ്കിൽ, അല്ലെങ്കിൽ ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ എൻ്റെ മുളകൊക്കെ മുരടിച്ചാണ് എപ്പോഴും പോകാറുള്ളത്, അല്ലെങ്കിൽ നശിച്ചു പോകും. തുളസി പോലും കിളിർത്ത് കിട്ടാത്തൊരു കാലം എനിക്കുണ്ടായിരുന്നു കേട്ടോ. ഇപ്പം നമ്മളങ്ങനെ ചെയ്താണ്, നമ്മൾ തളരരുത്. നമ്മളത് ചെയ്താണ് നമ്മളത് ഓരോന്നിനും എന്താണ് വേണ്ടത്, ഒരു ചെടിക്ക് എന്താ വേണ്ടതെന്ന് കറക്റ്റായിട്ട് അറിഞ്ഞ് ചെയ്താൽ നല്ല റിസൾട്ട് തരും ചെടി. അതാണ് ചെടിയുടെ ഏറ്റവും വലിയ സാറ്റിസ്ഫൈങ് പാർട്ട്. നമ്മൾ എന്ത് കൊടുക്കുന്നോ അത് 4 ഇരട്ടിയായിട്ട് തിരിച്ചു തരും കേട്ടോ. അപ്പം അങ്ങനെയാണ്. അപ്പോൾ ഇതാ ഓൾമോസ്റ്റ് ഞാൻ സിങ്കോണിയും നമ്മളുടെ പ്ലാന്റ്സ് അറേഞ്ച് ചെയ്തിട്ട് സൈഡിൽ അഗ്ലോണിമയാണ് യൂസ് ചെയ്തത്. അഗ്ലോണിമ ഓൾറെഡി ഞാൻ ഒരു 4-5 ബോട്ടിലാക്കിയായിരുന്നു കേട്ടോ. അതിൻ്റെ ഈ വെറൈറ്റി മാത്രമാണ് കേട്ടോ എനിക്ക് വേഗം വരുന്ന സാപ്ലിങ്സ് ഉണ്ടായി കിട്ടുന്നത്. എൻ്റെ അടുത്ത് ആരോ ചോദിച്ചായിരുന്നു അതിൽ ഗ്രീൻ കളറിലെ ലീഫ് കയറി വരുന്നുണ്ടോ എന്ന്. അന്ന് ഞാൻ പറഞ്ഞത് ഇല്ലെന്നാണ്. പക്ഷേ നിങ്ങൾക്ക് കാണാൻ പറ്റുമത് ഈ വീഡിയോയ്ക്കകത്ത് തന്നെ.
റീസെൻ്റ് ആയിട്ട് വന്ന ലീഫ്, വളരെ റീസെൻ്റ് ആയിട്ട് വന്ന ലീഫ് നല്ല ഗ്രീൻ കളറാണ്. എന്താണെന്ന് അറിയത്തില്ല, അങ്ങനെ കയറി വരുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഫുൾ ഇനിയും ഉണ്ട് ഒരുപാട് ചെയ്യാൻ വേണ്ടി. ആ സ്റ്റാൻഡൊക്കെ ഇരിക്കുന്ന ഭാഗത്ത് ഞാൻ ഒരുപാട് ചെടികൾ പ്രൊപ്പഗേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം ശരിയാക്കി നന്നായിട്ട് അറേഞ്ച് ചെയ്ത് കൊടുത്താലേ ഭംഗി കംപ്ലീറ്റ് ആകത്തുള്ളൂ. എന്തായാലും വീഡിയോ ഇത്രത്തോളം ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇതുപോലത്തെ നല്ല വീഡിയോസാണ്, നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസാണ്. ഒരു ഫെർട്ടിലൈസിങ് സീരീസൊക്കെ നമ്മുടെ ചാനലിൽ കിടപ്പുണ്ട്. തീർച്ചയായിട്ടും അത് പോയി കാണണം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇനിയൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ ഫ്രം ഇവിടുത്തെ വിശേഷം.